പെപ്സി വാങ്ങാന്ന് വിചാരിച്ചോ. പെപ്സി വാങ്ങണ സമയത്ത് നമ്മൾ പൊട്ടിക്കുമ്പോൾ നല്ലൊരു പോപ്പ് സൗണ്ട് ഉണ്ടാവില്ലേ? എന്തുകൊണ്ടാ? ഹൈ പ്രഷറിൽ കാർബൺ ഡൈ ഓക്സൈഡ് എസ്കേപ്പ് ചെയ്യണം. ചില ആൾക്കാർ പറയും കാർബൺ ഡൈ ഓക്സൈഡ് എസ്കേപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് സൗണ്ട് വരുന്നത്. ഞാൻ അവരോട് പറയും, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് വായിന്ന് പോകുന്നുണ്ട്. ഓരോ സമയത്ത് പോപ്പ് സൗണ്ട് ഉണ്ടാവണമെന്ന് ആലോചിച്ച് നോക്കൂ. പൊള്ളർന്നാ അപ്പൊ പോപ്പ് സൗണ്ട് ഉണ്ടോ? ഇല്ല. ശരാശരി എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പോകുമ്പോഴൊന്നും പ്രശ്നമില്ല. പക്ഷെ ലാർജ് നമ്പർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് ഹൈ പ്രഷറിൽ എസ്കേപ്പ് ചെയ്യുമ്പോഴാണ് ആ പോപ്പ് സൗണ്ട് ഉണ്ടാവുന്നത്. അപ്പൊ എന്തിനാണ് ഹൈ പ്രഷറിൽ അവിടെ അടിച്ച് കയറ്റിയാണ് നമ്മൾ ആലോചിച്ച് നോക്കണം. ഏതായാലും അവിടെ ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഇക്വിലിബ്രിയം ഉണ്ട്. ഗസ് ചെയ്യാൻ പറ്റുമോ? ഇത് സോളിഡ് ചേഞ്ചിങ് ടു അക്വസ്. ഇപ്പൊ എന്താ ഉണ്ടായിരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് എന്തായിരുന്നു? ഗ്യാസ്. ചേഞ്ചിങ് ടു അക്വസ് മീഡിയം. നിങ്ങൾ ഈ പെപ്സിന്റെ കുപ്പി വാങ്ങുമ്പോഴേക്കും അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറെ നേരമായില്ലേ? അപ്പൊ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റിയാക്ഷനൊക്കെ നടന്നിട്ട് എന്തായാലും ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തിരിക്കും ആവശ്യത്തിന് സമയം കൊടുത്താൽ. എവറി റിവേഴ്സിബിൾ റിയാക്ഷൻ വിൽ വൺസ് അറ്റൈൻ ഇക്വിലിബ്രിയം. ആവശ്യത്തിന് സമയം കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരിക്കൽ അവര് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്താലോ കാലാകാലം അതേ അവസ്ഥയിലായിരിക്കും. നിങ്ങൾ വെറുപ്പിക്കാൻ പോയിട്ടില്ലെങ്കിൽ. നിങ്ങൾ പോയിട്ട് അയാളുടെ കോൺസെൻട്രേഷനോ പ്രഷറോ ടെമ്പറേച്ചറോ മാറ്റിയാൽ ലേ ഷാറ്റ്ലേസ് പ്രിൻസിപ്പിൾ